ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിൽ വിനായകനെ വളയെടുത്തോണ്ട് പോയതിന് അച്ഛന് നടി കിട്ടുന്നുണ്ട്. അങ്ങനെ കവിളത്ത് കൈയും വെച്ച് അകത്ത് കയറുമ്പോണ്ടാവും നന്ദിനി അവിടെ ആലോചിച്ചിരിക്കുന്നു. ഓ, ഇനി ഇത് നന്ദിനി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അപ്പോഴേക്കും നന്ദിനി ചാടി എഴുന്നേറ്റ് പറയും, നിങ്ങളൊന്നും മിണ്ടിപ്പോവരുത്, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്ക വേണ്ട. വിനായകൻ പറയും, നന്ദിനി നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നന്ദിനിക്കും ഇതിനു മേലെ ഞാൻ ഇനി എന്താ ഉദ്ദേശിക്കാനുള്ളത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിട്ടില്ലേ? ആ വേദ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നശിപ്പിച്ചില്ലാതാക്കിയില്ലേ? അമ്മ വള കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഓടി വന്ന് പരിശോധിച്ചത് ഈ അലമാരയാ. നിങ്ങൾ അതെങ്ങനെ എടുത്തൊന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. ഇല്ലെന്നറിഞ്ഞപ്പോ ഞാൻ എന്ത് ധൈര്യത്തോടു കൂടിയാ വെല്ലുവിളിച്ചെന്നറിയോ? അതിന്റെ പേരില് ഞാനും അമ്മയും വഴക്ക് വരെ ഉണ്ടായി. എന്നിട്ട് ആ വേദ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവളെ എതിർത്ത് സംസാരിച്ചതിനെ നിങ്ങൾ എന്നെ അടിക്കുകയും ചെയ്ത്. അതും കൂടെ ചേർത്ത് നിങ്ങൾ എത്ര തവണയാ എന്നെ അടിക്കുന്നതെന്നറിയോ? ഇനി ഇതൊക്കെ കൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ. വിനായകൻ പറയും, സോറി നന്ദിനി, നിയന്ത്രണം വിട്ടുപോയപ്പോ അറിയാണ്ട് ചെയ്തതാ. എന്നാ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാരണം നോക്കി ഞാനൊന്ന് പൊട്ടിക്കട്ടെ, അതും നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച്? വിനായകൻ തല താഴ്ത്തും. നന്ദിനി പറയും, അന്നിവിടെ ലോകം അവസാനിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ എന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കോ? ആണുങ്ങൾ തല്ലുമ്പോ എന്തൊക്കെ ന്യായങ്ങളാ? അവന് ടെൻഷൻ കൊണ്ട് തല്ലി, ദേഷ്യം വന്നിട്ടല്ലേ? ഭർത്താവല്ലേ വിട്ടുകള. പല വീട്ടിലും നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെ തല്ലുമ്പോഴേ പെണ്ണുങ്ങൾ നിവർന്ന് നിന്ന് തിരിച്ചൊരടി കാരണം നോക്കി പൊട്ടിക്കാത്ത എന്താണെന്നറിയോ? ആ ഒരൊറ്റ അടി മതി നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആണത്തവും അഹങ്കാരവും താഴെ വീഴാൻ. അത് കഴിഞ്ഞാലേ നനഞ്ഞ പടകം പോലെ ഒന്നിനും കൊള്ളാത്തവനാവും. അത് തല്ലിയ ഭാര്യയുടെ മുന്നിൽ മാത്രമല്ല, വീട്ടിലും നാട്ടിലും ജീവിതകാലം മുഴുവനും തല ഉയർത്തി നടക്കാൻ പറ്റാതാവും. അപ്പൊ വിനായകൻ പറയും, ഇതിലും വേദം നിനക്കിനങ്ങ് തല്ലിയാ പോരെ, അടിക്കി അടിക്കി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് തന്റെ കവിളിൽ ഇങ്ങനെ അടുപ്പിക്കണേ. അപ്പൊ നന്ദിനി അറിയും, അങ്ങനെ ആരും കാണാതെ മുറിയുടെ ഉള്ളിൽ വെച്ച് തല്ലിയാ പോരാ, എല്ലാരും വിളിക്കി. നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തല്ല് വാങ്ങിച്ചു തരുന്നില്ലേ, അവളെയും വിളിക്കി, ആ വേദ. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാവാം. എന്താ ബുദ്ധിമുട്ടുണ്ടല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ അടി വാങ്ങിക്കുമ്പോഴേ ഈ ബുദ്ധിമുട്ട് എനിക്കുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. വിനായകൻ ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. നന്ദിനി പറയും, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ഞാനേ എന്റെ വീട്ടിൽ പൊക്കോളാം. നന്ദിനി അപ്പൊ നന്ദിനി പറയും, എന്തേ? വലിയ കൊട്ടാരൊന്നും അല്ലെങ്കിലും ചോരാതെ കയറി കിടക്കാൻ എനിക്കുണ്ടൊരു വീട്. ഇവിടെ നിങ്ങളുടെ അടി കൊണ്ട് നരകിക്കുന്നതിനേക്കാളും ഭേദം അതാ. വിനായകൻ പറയും, എടി എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, നീ അത് ക്ഷമിക്ക്, ഇനി ആവർത്തിക്കില്ല. നന്ദിനിക്കും, നിങ്ങൾ അങ്ങനെ പറഞ്ഞാ നിങ്ങളോട് ക്ഷമിക്കുന്നു കരുതിയോ? പിന്നെ എന്താ വേണ്ടത്? നന്ദിനി പറയും, ഞാൻ പോലും അറിയാതെ നിങ്ങൾ അവളെ എന്തിനാ എടുത്തത്? അത് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞ നീയും കേട്ടതല്ലേ നന്ദിനി? ഞാനത് വിശ്വസിച്ചു എന്നാണോ നിങ്ങളുടെ വിചാരം? സത്യമായിട്ടും ഞാനത് പണയം വെച്ചതാ. നന്ദിനി അറിയും, ശരി, എന്തിനു പണയം വെച്ചു? അത് ഞാൻ പറഞ്ഞില്ലേ. നന്ദിനി അറിയും, ദേ കൂട്ടിച്ചേർന്ന് സ്ഥലം വാങ്ങിക്കാനാണെന്നുള്ള ഉടായിപ്പൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അപ്പൊ വിനായകൻ പറയും, ഞാൻ സത്യം പറയാം, അത് പിന്നെ കുറച്ച് ക്യാഷ് ചീട്ട് കളിച്ചപ്പോ പോയി, അതിന്റെ കടം വിട്ടാൻ വേണ്ടി ചെയ്തതാ. നന്ദിനി അങ്ങ് ഞെട്ടും, ദൈവമേ, ചീട്ട് കളിച്ച് കാശ് പോയെന്നോ? പതുക്കെ, ഇനി ആവർത്തിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹോ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? എത്ര രൂപ പോയി? വിനായകൻ പറയും, 1.5 ലക്ഷം. എന്റെ ആറ്റുകാലമ്മേ, 1.5 ലക്ഷം രൂപ ചീട്ട് കളിച്ച് കളഞ്ഞെന്നോ? ഇതിനൊക്കെ ചൂലിന്റെ മടലുകൊണ്ട് അടിക്കേണ്ടത് നിങ്ങളെ. അവൻ വിനായകൻ പറയും, എന്താണെങ്കിലും ചെയ്തോ, നീയാണ് സത്യം, ഇനി ഞാനിത് ആവർത്തിക്കില്ല. അച്ഛനോട് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ. നന്ദിനി ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്തായാലും നിങ്ങളുടെ അച്ഛന്റെ യോഗം കൊള്ളാം. മൂത്തവൻ വെറും പഴി, രണ്ടാമത്തവൻ മുച്ചീട്ട് കളിക്കാരൻ, മൂന്നാമത്തവൻ താനി ഗുണ്ട. ഹോ, ഭാഗ്യം ചെയ്യണം ഇങ്ങനെ 3 മക്കളുണ്ടാവാൻ. വിനായകൻ പറയും, അത് പറയരുത്, ഇത്രയും കാലം ഞാൻ നിനക്ക് ദോഷം ഭർത്താവല്ലായിരുന്നല്ലോ, ഇത് അബദ്ധം പറ്റിയതാ. വലിയ വലിയ മഹാന്മാര് വരെ മുച്ചീട്ട് കളിയില് അബദ്ധം പറ്റിയിട്ടുണ്ട്. നന്ദിനി പറയും, ശരി മഹാനെ, സമ്മതിച്ചു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പറയണം. എന്താ നിങ്ങൾക്കും വേദയ്ക്കും ഇടയിലുള്ള രഹസ്യം? രഹസ്യോ? ഏയ്, ഞങ്ങള് തമ്മിൽ രഹസ്യമൊന്നുമില്ല, ഒഴിഞ്ഞു മാറല്ലേ. നിങ്ങളെ അവള് മാറ്റി നിർത്തി എന്തോ പറയുമ്പോഴാ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് വയലന്റ് ആവുന്നത്. അതെന്താണെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞേ പറ്റൂ. അതൊന്നുമില്ല നന്ദിനി. നന്ദിനി പറയും, ഉണ്ട് ഉണ്ട് ഉണ്ട്. അവൾ ഈ വക്കീലിനെ പോലെ കുത്തി കുത്തി ചോദിക്കുമ്പോ ഞാൻ സത്യം പറഞ്ഞു പോണു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങളെ സത്യം പറയാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ കാര്യം ചെയ്തോളാം. എന്ത്? അപ്പൊ നന്ദിനി പറയും, നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അപ്പൊ വിനായകൻ ദേഷ്യം വരും, എന്നാ ഇറങ്ങിപ്പോടി. നന്ദിനി മേടിക്കും, എങ്ങോട്ട്? വിനായകൻ പറയും, നീയല്ലേ പറഞ്ഞത് ചോരാതെ കയറി കിടക്കാൻ വീടുണ്ട് കൂടുണ്ടെന്നൊക്കെ, പോ അവിടെ പോയി കിടക്ക്. മര്യാദയ്ക്ക് രഹസ്യമില്ലെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പിടിയിട്ടുന്നില്ല, ഇനി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണം കുരുപ്പ്. നന്ദിനി മേടിക്കും, അയ്യോ, ഞാൻ കുഴപ്പമുള്ളൊന്നും വിചാരിച്ചിട്ടില്ല. നീ വിചാരിക്കും, നിന്റെ മനസ്സ് അനാവശ്യ കാര്യങ്ങളിലേക്ക് ആദ്യം പോകും. അത് നിന്റെ കുഴപ്പമില്ല, നിന്റെ കുടുംബത്തിന്റെ മൊത്തം കുഴപ്പാ. നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ വേണം പറഞ്ഞാൽ മതി, മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞൊന്ന് ഷൗട്ട് ചെയ്ത് കുറച്ച് ദേഷ്യത്തിലൊക്കെ പ്രകടനം കാഴ്ചവെച്ചിട്ടാ വിനായകൻ അവിടുന്ന് പോകുന്നത്. നന്ദിനി വിചാരിക്കും, ഇതിപ്പോ ഉത്തരം മുട്ടുമ്പോ ചുളുവില് രക്ഷപ്പെടുന്ന ശീലാണല്ലോ, ഇതന്നെല്ലാം എന്നാളും ചെയ്തത്. അപ്പൊ എന്തോ രഹസ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ഒന്ന് നല്ല വെള്ള ചമഞ്ഞ് വേദന തന്നെ അത് ചൂണ്ടാൻ ശ്രമിച്ചാലോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് വർഷയും മോനെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുക. വർഷയ്ക്കൊരു പേടിയുണ്ട്, ഇനിയിപ്പോ ഞാൻ എത്രയും ദിവസം അവിടെ പോയി നിന്നതിൽ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവോ? അവിടെ ആവുമ്പോ ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടല്ലോ. അപ്പൊ ശ്രീകാന്ത് പറയും, എന്താ ഇവിടെ ആരുമില്ലേ? ഇത് നിന്റെ അമ്മയുടെ കൊച്ചുമകൻ മാത്രമല്ല, ഇവിടെയുള്ള അമ്മയുടെ സ്വന്തം മകന്റെ കുട്ടി കൂടിയാണ്, അത് നിനക്ക് ഓർമ്മ വേണം. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശ്രീകാന്ത് പറയാം, അമ്മ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുക, എന്തായാലും നീ വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവാ. അവരകത്തേക്ക് കയറുമ്പോ പത്മം കിടക്കായിരിക്കും.
ശ്രീകാന്ത് പോയി വിളിക്കാണ്. കുഞ്ഞിനെ കാണുന്നതും വേഗം എഴുന്നേൽക്കും. അച്ഛമ്മയുടെ മോൻ വന്നേ എന്ന് പറഞ്ഞ് വേഗം എടുത്ത് വടിയിൽ വെക്കാണ്. വർഷ പറയും, അമ്മ എന്ത് പണിയാ കാണിച്ചത്? അവളോട് പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്? ഇങ്ങനെ നിരാഹാര സമരം ഇരിക്കാണോ? പറയാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ പറഞ്ഞു വർഷം. ഇനി ഇതേ മാർഗമുള്ളൂ. ഇതുകൊണ്ട് അവള് മാറുന്നു തോന്നുന്നുണ്ടോ? പത്മ പറയും, എപ്പോഴോ കണ്ടൊരുത്തിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന് അറിയണല്ലോ. പുതിയ കാലത്തെ പിള്ളേരെ അമ്മയെ വാശി കൊണ്ട് അവരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വാശിയല്ല വർഷേ, സങ്കടമാ. ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എങ്ങനെ പ്രതികരിക്കാനേ കഴിയൂ? പറഞ്ഞും അടിച്ചും തിരുത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അപ്പൊ ശ്രീകാന്ത് പറയും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവളെക്കാളും വാശിയില്ല അമ്മ. അവളെവിടെ ഉണ്ട്? മുറിയിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ? അതോടൊന്നും കാര്യമില്ല വർഷ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛൻ സമ്മതിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ വർഷ പറയും, നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ. ഇത് സമാധാനത്തോടെ പരിഗണിക്കേണ്ട കേസാ, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നിട്ട് കുഞ്ഞിനോട് പറയും, മോൻ അച്ഛമ്മയുടെ അടുത്തിരിക്കുക, അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വർഷ പോകുമ്പോ കൂടെ ശ്രീകാന്തും പോകും. പത്മം കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോണ്ടാവും ദീപ്തി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നേ. വർഷജി എന്ന് പറഞ്ഞ നല്ല സ്നേഹത്തോടെ ദീപ്തി അടുത്തേക്ക് ഓടി വരികയാണ്. നീ എങ്ങോട്ടാ? ഞാൻ പുറത്തേക്ക്, ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം. വർഷം ഡയറക്റ്റ് ആയിട്ടേക്കും, ഇപ്പൊ ദീപ്തി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനെന്താ ചെയ്ത്? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഇറങ്ങി പോകുന്നത് ശരിയാണോ ദീപ്തി? ദീപ്തി അറിയും, അമ്മ അത് സ്വയം തീരുമാനിച്ച് കിടക്കുന്നയാ, ഞാൻ നിർബന്ധിച്ചിട്ടല്ല. ശ്രീകാന്ത് പറയും, നീ കാരണം അമ്മ പട്ടിണി കിടക്കുന്നത്, അത് മറന്ന് സംസാരിക്കരുത്. ദീപ്തി പറയും, ഇപ്പൊ അമ്മ കാണിക്കുന്നതേ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും. പകരം നിങ്ങളുടെ അന്തസ്സും ആഭിചാർത്തിയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അത് നിർത്താൻ ഞാനല്ല, നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഡി നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അടിക്കാൻ ഒങ്ങുമ്പോ വർഷ തടയാണ്. ദീപ്തി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ ഭാഗത്തുനിന്ന് നീ ചിന്തിക്കുന്നത് ശരിയായിരിക്കാം, പക്ഷെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാകും. ദീപ്തിയാരെയും ചേച്ചിയുടെ അച്ഛനും ശ്രീയേട്ടനും കൂടെ വേദിച്ചിയുടെ ഭർത്താവിനെ വിക്രം ചേട്ടനെ പല തവണ ഉപദ്രവിക്കാൻ നോക്കി. കൂടെ പലപ്പോഴും അച്ഛനും കൂടും. അച്ഛൻ അറിയാതെ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, കൊല്ലാൻ വരെ നോക്കി. അവരുടെ ഭാഗത്ത് നോക്കുമ്പോ അതിൽ ശരിയുണ്ടാവാം, പക്ഷേ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് തെറ്റല്ലേ? എന്നിട്ട് അവര് നിർത്തിയോ? ഇല്ലല്ലോ. ശ്രീകാന്തിന് ദേഷ്യം വരും. അതേടി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് ശരി തന്നെയാ, ഇനിയും അത് തന്നെ ചെയ്യും. അവനെ മാത്രല്ല, നീ കെട്ടുന്ന വാശി പിടിക്കുന്ന ആ ചെറുക്കനെ അവന് ലോകത്ത് തന്നെ ഇല്ലാതാക്കിയാലേ നിന്റെ വാശി ജയിക്കോടി, ജയിക്കുമെന്ന്. അപ്പൊ ദീപ്തി പറയും, ഞാൻ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയായിരിക്കും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. മോൻ ജനിച്ചിട്ട് അധികമായില്ലല്ലോ. അവൻ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് അച്ഛൻ കൊലപ്പുള്ളി എന്നുള്ള പേരില് ജയിലിൽ പോയി കിടക്കണോ? അപ്പോ അവർക്കൊന്നും പറയാനുണ്ടാവില്ല. എന്നാ ശരി വർഷെടുത്തി, കുഞ്ഞിനെന്തേലും വാങ്ങിക്കണോ? വർഷ വേണ്ടെന്ന് പറയും. അങ്ങനെ ദീപ്തി അവിടെ നിന്ന് ഇറങ്ങാണേ. ദീപ്തി നേരെ വരുണ കാണാനാ പോകുന്നു തോന്നുന്നു. വർഷ ശ്രീകാന്തിനോട് പറയും, നമുക്ക് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും വഴി ആലോചിക്കണം. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോ അച്ഛമ്മ അങ്ങോട്ട് വരിക. എന്നിട്ട് അച്ഛൻ പറയും, മോളെ നീ വരുമ്പോഴേക്കും ഞാൻ പോവട്ടോ. അച്ഛൻ ഇത്ര പെട്ടെന്ന് പോവാണോ? അച്ഛൻ പറയും, ആ കുട്ടിക്ക് തീരെ വയ്യ, പോയേ മതിയാകോ. അപ്പൊ വേദ പറയും, എങ്കിൽ പിന്നെ അച്ഛമ്മയ്ക്ക് ഇനിയുള്ള കാലം ഇവിടെ നിന്നാ പോരെ, അസലായി. നിനക്കും വിക്രമിനും എന്റെ കൂടെ വന്ന് നിന്നൂടെ? അപ്പൊ വയത ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് അച്ഛമ്മ, എന്നെ പറ്റിക്കരുത്. ഇല്ല, ഉറപ്പായിട്ടും വരും. അല്ല അച്ഛമ്മ എപ്പോഴാ പോണത്? 11 മണി ആവുമ്പോഴേക്ക് പോകും, വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ശരി അച്ഛമ്മയെന്ന് പറഞ്ഞ് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം വേദ എവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണും ദീപ്തിയും കൂടെ ഒരു ബീച്ചിലിരുന്ന് ഇങ്ങനെ സംസാരിക്കണേ. വീട്ടിലെ പ്രശ്നങ്ങളും ശ്രീകാന്ത് വെല്ലുവിളിച്ചതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിനക്കിപ്പോഴും നിന്റെ തീരുമാനം മാറ്റാനുള്ള സമയമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവും നിനക്കുണ്ട്. അപ്പൊ വരുൺ പറയും, ഞാനൊരു തെറ്റ് ചെയ്തവനാണ്. തൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ തമ്മിലുള്ള ബന്ധമൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. അതിനുശേഷം എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. തെറ്റ് ചെയ്ത ഞാൻ ഏകാംഗിയായിട്ട് സമൂഹത്തിൽ ജീവിക്കണം, എന്നാലേ മതിയാവൂ. അതുകൊണ്ട് സ്വയം ശിക്ഷിച്ചതുകൊണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? വരുൺ പറയും, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അച്ഛൻ്റെ അധികാര സ്വാധീനവും പൈസയും ഉപയോഗിച്ചാണ് ശിക്ഷയിൽ നിന്നും ശിക്ഷ ലഭിക്കാതെ ഞാൻ ഊരിപ്പോന്നത്. ദീപ്തി അറിയും, അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് വിക്രം ചേട്ടനും ചെയ്തില്ലേ? അധികാരം കയ്യിലെടുത്ത ഒരാളെ ഉപദ്രവിക്കാനുള്ള അവകാശം വിക്രം ചേട്ടൻ നിന്നെ ഉപദ്രവിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് നീ ആ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? ആ പാവം പെൺകുട്ടിയുടെ നീ ചെയ്തതിനുള്ള പരിഹാരമായിട്ട് അവരത് കണ്ടെങ്കിൽ നീ അങ്ങനെ കിടന്നതും അതിന്റെ ഒരു ഭാഗമായിട്ട് എന്താ അവർക്ക് കണ്ടുവിടാൻ പറ്റാത്തത്? അങ്ങനെ വരുൺ പറയും, എനിക്കൊരു കാര്യം ചെയ്യണം, നീ എൻ്റെ കൂടെ നിൽക്കുവോ? എന്താ പറ. എനിക്ക് അവളെ കാണണം. ആരെ? ഞാൻ കാരണം ജീവിതം നശിച്ചു പോയ ആ പെൺകുട്ടിയെ എനിക്ക് അവളോട് മാപ്പ് പറയണം. അവൾ എന്ത് ശിക്ഷയാണ് നൽകുന്നത് അതെനിക്ക് സ്വീകരിക്കണം. താൻ എൻ്റെ കൂടെ വരില്ലേ? ദീപ്തി വരാന്ന് സമ്മതിക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ വീട്ടിലാണ്. ശ്രീജയും കമലമ്മയും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എഴുതി വെക്കണേ. അപ്പൊ നന്ദിനി അങ്ങോട്ട് വരും.
നാളെ ഡിസ്ട്രിബ്യൂഷനുള്ള സാധനങ്ങളായിരിക്കും അല്ലേ ശ്രീചേട്ടത്തി? ശ്രീജ പറയും അതെ. പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്യാൻ അമ്മ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നെ വിളിച്ചാ പോരെ? അമ്മ നോക്കുമ്പോ നന്ദിനി പറയും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. അമ്മ പറയും വേണ്ട നന്ദിനി, അത് പിന്നീട് ഒരു കണക്ക് പറച്ചിലാവും. എന്ത് കണക്ക്? ഓ അച്ഛമ്മ പറഞ്ഞ ആ പാക്കറ്റിന്റെ 25 പൈസ കണക്കോ? ഞാനതൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ദിവസം ഞാൻ എത്ര അരി ആട്ടി ഉണ്ടാക്കി വല്ല കണക്കും പറഞ്ഞോ? ഇല്ലല്ലോ. അത് കേൾക്കുമ്പോ അമ്മയും ശ്രീജയും പരസ്പരം നോക്കുക. പിന്നെ വള കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ ഞാൻ ടെൻഷനായി കഴിഞ്ഞാലേ എന്റെ കൺട്രോൾ പോകും. പിന്നെന്താ പറയണെന്ന് എനിക്ക് കൂടി അറിഞ്ഞൂടാ. അതിനിടയിൽ വിനയേട്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ അറിഞ്ഞില്ല. കമല പറയും കഴിഞ്ഞില്ലേ, നീ അതൊക്കെ വിട്ടേക്ക്. അതല്ലമ്മേ, ഞാൻ അമ്മയെ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അമ്മ അറിയില്ലാന്ന്. അപ്പൊ നന്ദിനി അറിയും ശ്രീചേർത്തിയോട് പെരുമാറിയതും തെറ്റായിപ്പോയി, എന്നോട് പൊറുക്കണേ. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാതെ പരമാവധി ഞാൻ നോക്കിക്കോളാം. അമ്മ പറയും അപ്പോഴും നോക്കാന്നേ ഉള്ളൂ, ഉണ്ടാവുന്ന ഉറപ്പില്ല അല്ലെ നന്ദിനി പറയും അല്ല, ആദ്യം ഏത് കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കണ്ടേ? ഞാൻ ശ്രമിക്കാന്നാ പറഞ്ഞേ. അപ്പണ്ടാവും വേദ വരുന്നേ. ആഹാ വേദ എത്തിയല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് ചെല്ലും. ഇത് കണ്ട് തന്നെ അമ്മയും ശ്രീജയും അന്തം വിട്ട് നോക്കി നിൽക്കുക. വേദ ഒന്ന് വൈകിയോ? വേദ പറയും ഇല്ല. എന്തേ? വെയില് പോയതുകൊണ്ട് എനിക്ക് തോന്നിയതാവല്ലേ. അപ്പൊ വേദ വെയിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കൂ. അമ്മയും ശ്രീജയും ഇത് കണ്ട് ഇങ്ങനെ അതിശയത്തിൽ നിൽക്കുക. ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേദ വന്നിട്ട് തരാന്ന് കരുതി എടുക്കാതിരുന്നതാ, ഞാനിപ്പോ എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് കയറിപ്പോവും. അമ്മയ്ക്കും ഇവൾക്ക് ഇതെന്തോ പറ്റി? വേദ പറയും എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട്. ശ്രീജ പറയും അടുക്കളയിൽ കയറാത്ത നന്ദിനി വേദ വരുമ്പോഴേക്ക് പലഹാരം ഉണ്ടാക്കി വെക്കാന്നൊക്കെ പറഞ്ഞാ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഉണ്ടാവും നന്ദിനി അങ്ങോട്ട് വരുന്നേ. മനസ്സിലാവില്ല, കാരണം ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അയ്യോ നന്ദിനി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. നന്ദിനി പറയും അത് ശ്രീചേർത്തിയുടെ കുഴപ്പമല്ല, എന്റെ പെരുമാറ്റത്തിന്റെ അതെനിക്കറിയാം. ഇനി എല്ലാരും ഇത് കുടിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞേ കൊടുക്കുമ്പോ വേദ വാങ്ങിച്ചിട്ട് വയ്ക്കും. ഇതെന്താ അരിയോ? വേദ വീണ്ടും ഇങ്ങനെ സ്മെല് ചെയ്യുമ്പോ പേടിക്കണ്ട, കുഴപ്പമുള്ളൊന്നും ഞാൻ ചേർത്തിട്ടില്ല, അങ്ങനെ ഒരു പേടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കമല വാങ്ങിക്കും. ശ്രീജയും വേദ പറയും കാപ്പിയാണല്ലോ. നന്ദിനി പറയും ഒരു നൊസ്റ്റാളജിക് ഡ്രിങ്ക്. വേദ കുടിച്ചിട്ടുണ്ടോന്നറിയില്ല, വലിയ കാശുകാരൻ വീട്ടിലിത് കാണത്തില്ല. ശ്രീജ പറയും കട്ടൻ കാപ്പിയില് അരി വറുത്തിട്ടതാണല്ലോ. നന്ദിനി പറയും യെസ്, പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ ഒന്നും കഴിക്കാനില്ലാത്തപ്പോ അമ്മ ചെയ്യുന്ന പണിയാ, നല്ല ശർക്കര ഇട്ട് കാപ്പിയിലെ പുഴുങ്ങലരി വറുത്തിട്ട് തരും. ഇത്തിരി മഴ കൂടി ഉണ്ടെങ്കിലേ ഈ സിനിമയിൽ പറയുന്നു ചായയും പരിപ്പൊടിയും ജോൺസൺ മാഷും അല്ല, കട്ടൻ കാപ്പിയും അരി വറുത്തതോ ആ സമയത്ത് അന്തസ്. കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട്? അത് എല്ലാവരും കുടിക്കും. അമ്മ പറയും നന്നായിട്ടുണ്ട്. നന്ദിനി പറയും ശ്രീചേർത്തിക്ക് ഒരു ബിസിനസ് ഐഡിയ കൂടി ഇത്, 3 in 1 പാക്കറ്റ്. അതിൽ കാപ്പിപ്പൊടി, ചക്കര, അരി വറുത്തത്. ശ്രീ പ്രോഡക്റ്റിന്റെ നൊസ്റ്റാളജിക് ഐറ്റം, പേരന്തസ്. എങ്ങനെയുണ്ട്? നന്ദിനിയുടെ സംസാരം കേട്ട് എല്ലാരും ഞെട്ടി നിൽക്കുക കേട്ടോ. അവർക്കതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെയാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ പ്രമോല് വേദയും വിക്രവും കൂടെ രാത്രി വിക്രത്തിനെ ഉപദ്രവിക്കാൻ വന്നാ താൻ പൊതിഞ്ഞു നിൽക്കുന്നൊക്കെ പറഞ്ഞ് വേദയുടെ സ്നേഹം ഇങ്ങനെ പതിയെ പതിയെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് പ്രമോക്കായി കാത്തിരിക്കാം. അപ്പൊ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്